ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ കുറച്ച് കൊഞ്ച് വാങ്ങിച്ചിട്ടുണ്ട്. അമ്മയാണെങ്കിൽ വൈകിട്ട് പോയി വാങ്ങിച്ചിട്ട് വന്നതാണ്. ഇത് കുറച്ച് ദിവസത്തിന് മുന്നുള്ള വീഡിയോയാണ്, 2 ദിവസത്തിന് മുന്നുള്ള വീഡിയോ ആണ്. പിന്നാണ് നമുക്ക് വോയിസൊക്കെ കേൾക്കാൻ സമയം കിട്ടിയത്. മതി, ഇന്ന് ഞാനാണ് അമ്മയെ സഹായിക്കുന്നത്. കൊഞ്ച് എല്ലാം എനിക്കിങ്ങനെ കൊഞ്ചൊക്കെ വിട്ടാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇനി അടപ്പ് കത്തിക്കേണ്ട ചടങ്ങാണ്. അടപ്പ് ഞാൻ കത്തിക്കാൻ നോക്കിയതാണ്, പക്ഷേ പറ്റിയില്ല. ലാസ്റ്റ് അമ്മ തന്നെ വന്ന് സഹായിച്ചു കേട്ടോ. എനിക്കിങ്ങനെ ഈ കൊഞ്ച്, ഞണ്ട് അതെല്ലാം വേണ്ട ഭയങ്കര ഇഷ്ടമാണ്. ചിലയിടത്തിന് കൊഞ്ച്, ചെമ്മീൻ എന്നൊക്കെ പറയും, ഞങ്ങൾ രണ്ടും പറയും കേട്ടോ. പിന്നെ എനിക്കൊരു വലിയ സന്തോഷം, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ 2K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ 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 നന്ദിയുണ്ട് കേട്ടോ. അപ്പം ഇതാണെങ്കിൽ അമ്മയാണെല്ലാം ഞാൻ കൊച്ചു സമയം ചെയ്ത് കൊടുക്കുന്നുണ്ട്, പറ്റുന്ന അത്ര ഞാൻ ചെയ്ത് കൊടുത്തായിരുന്നു. എനിക്കിങ്ങനെ ഈ കുഞ്ഞു മീനുകൾ ചൂട അങ്ങനത്തെ മീനുകളൊക്കെ, ഞണ്ട് അങ്ങനെയുള്ള മീനുകളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ വെട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ കട്ടൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ. പിന്നെ ഇതിനകത്തുള്ള പച്ചക്കറി അരിയാനും അങ്ങനെ ഒത്തിരി സംഭവങ്ങളൊക്കെ അമ്മയ്ക്ക് ചെയ്ത് കൊടുക്കും. ഇത് ചെയ്തപ്പോൾ തന്നെ ഞാൻ അമ്മ എല്ലാം ചെയ്യാൻ വേണ്ടി സഹായിച്ചിരുന്നു കേട്ടോ. പിന്നെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോ എടുത്ത് വന്നപ്പോഴത്തേക്ക് സന്ധ്യയായിരുന്നു. വൈകിട്ട് തന്നെയാണ് ഞങ്ങൾ കറി വെക്കാൻ തുടങ്ങിയത്. പക്ഷേ ഈ വീഡിയോ എടുത്തെടുത്ത് വന്നപ്പോഴത്തേക്കും സന്ധ്യയാകാൻ തുടങ്ങി. പിന്നെ വീഡിയോയ്ക്ക് വലിയ ക്ലാരിറ്റി ഇല്ല കേട്ടോ. പിന്നെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊഞ്ച് കൂട്ടുമ്പോൾ നല്ല എരി വേണം. ഞങ്ങളുടെ വീട്ടുകാർക്കെല്ലാം അങ്ങനെ തന്നെയാണ്. എന്ത് കഴിച്ചാലും നല്ല എരിയോടെ കഴിക്കണം, നല്ല ചൂടോടെയും കഴിക്കണം. പക്ഷേ എനിക്കൊരു പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ എടുത്തെടുത്ത് വന്നപ്പോഴത്തേക്കും നിങ്ങൾ സന്ധ്യയായി. ഞാനിതിൻ്റെ ചുറ്റും കുറേ നേരം ഇരുന്ന് ഞാനങ്ങ് ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസമാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത്. പിന്നെ അമ്മയാണ് എല്ലാം ചെയ്തത്. അമ്മേനെ ഒത്തിരി വിളിച്ചതാണ്, പക്ഷേ ഉറക്ക സമയത്ത് എന്നെ വിളിച്ച് കഴിഞ്ഞാൽ സത്യമായിട്ട് എണ്ണിക്കത്ത് പോലും ഇല്ല. ലാസ്റ്റ് എല്ലാവരും കഴിച്ച് പിറ്റേ ദിവസം എനിക്ക് വേണ്ടി മാറ്റി ചൂടാക്കി തന്നിരുന്നു കേട്ടോ. അപ്പം ഇതെല്ലാം റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കൊച്ചുള്ളി അതും ഇതെല്ലാം സംഭവങ്ങളൊക്കെ എന്താണ്ടൊക്കെ ഇട്ട് കൊടുത്ത് എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇത് വെച്ച് എല്ലാം ഇളക്കിയിട്ട് അടച്ചു വെച്ച് കുറച്ച് കഴിയുമ്പോൾ ഇതിനകത്തൊരു വെള്ളം ഇറങ്ങി വരും കേട്ടോ. ആ വെള്ളത്തിനകത്താണ് നമ്മൾ കൊഞ്ചെല്ലാം എടുത്തിട്ടിട്ട് വേവിക്കുന്നത്. അതങ്ങോട്ട് അടച്ചു വെച്ച് കുറേ കഴിയുമ്പോൾ ഈ കൊഞ്ചിന് നല്ല വേവില്ല, അത് കാരണമാണ് ഞാൻ ഉറങ്ങിപ്പോയി യഥാർത്ഥത്തിൽ. അങ്ങനെ ഈ കൊഞ്ചെല്ലാം അടച്ചു വെച്ചിട്ട് കുറേ നേരം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഒരു നല്ല മണം വരും കേട്ടോ. അടിപൊളി സ്മെല്ലാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. നല്ല രസമാണ് ഇത് വെന്തിരുന്ന കാണാനും. പക്ഷെ അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഇതിന് മുന്നേ ഉണ്ടാക്കിയ സമയത്ത് എനിക്ക് തോന്നിയതാണ് ഇങ്ങനെ. എല്ലാം ഏകദേശം കഴിയാറായിരുന്നു. ആ സമയം കൊണ്ടെല്ലാം ഞാൻ ഭയങ്കര ഉറക്കമാണ്. ഈ വീഡിയോ ഞങ്ങളുടെ കുഞ്ഞമ്മയാണ് കേട്ടോ എടുത്ത് തന്നിരുന്നത്. പിറ്റേ ദിവസം രാവിലെ ട്യൂഷന് പോകാറായപ്പോഴത്തേക്കിനാണ് എനിക്കിതെല്ലാം കൈ കിട്ടിയത്. പിന്നെ അമ്മേനെ രാവിലെ ചൂടാക്കി തന്നിരുന്നു കേട്ടോ. ഇതിൻ്റെ സ്മെല്ല് ഇപ്പോഴും ഇപ്പോഴും അതിനൊരു നല്ല പ്രത്യേക ഒരു മണമുണ്ട് കേട്ടോ. പിന്നെ സ്കൂളിലും കൊണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, സീ യു.